കുരിശുമരണത്തിനായി വിധിക്കപ്പെട്ട തൻ്റെ പുത്രനെ പിന്തുടർന്ന് ഗോകുൽത്തായിലേക്കുള്ള വഴിയിൽ നടക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെ നാം ധ്യാനിക്കുമ്പോൾ ഒരു മഹത്തായ ആത്മീക സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നു. വേദനിക്കുന്നവരോടൊപ്പം നടക്കുകയും ദുഃഖിതരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു മാതാവിനെയാണ് അവിടെ നാം കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും നിന്നിരുന്നു. കുരിശിൻ്റെ വഴിയിൽ പലരും പിരിഞ്ഞുപോയി, പലരും ഭയപ്പെട്ടു, പലരും അകലെയായി. എന്നാൽ അമ്മ അകന്നു പോകുകയില്ല. മകൻ്റെ വേദനയുടെ വഴിയിൽ അവൾ കൂടെ നിന്നു. കുരിശിനരികെ അവൾ നിലകൊണ്ടു. പരിശുദ്ധനായ അംബ്രോസ് പറയുന്നത് അവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയില്ല, വിശ്വാസത്തോടെ കുരിശിനരികെ നിന്നു എന്നാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ നിൽപ്പ് നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. വേദനയിൽ കഴിയുന്നവരോടൊപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥ സ്നേഹം. പലപ്പോഴും ദുഃഖം മാറ്റുവാൻ നമുക്ക് കഴിയണമെന്നില്ല, എന്നാൽ ദുഃഖിക്കുന്നവരോടൊപ്പം നടക്കുവാൻ നമുക്ക് കഴിയും. അതാണ് അമ്മ ഗോകുൽത്തായിൽ നമ്മെ പഠിപ്പിക്കുന്നത്. സുറിയാനി പിതാവായ അപ്രയും ധ്യാനിക്കുന്നത് മകന്റെ കുരിശിനെ നോക്കി നിന്ന മാതാവ് തൻ്റെ സ്വന്തം വേദനയേക്കാൾ ലോകത്തിൻ്റെ രക്ഷയെ കണ്ടു എന്നാണ്. അവൾ കണ്ടത് ഒരു നിരപരാധിയുടെ മരണം മാത്രമായിരുന്നില്ല, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയായിരുന്നു. അതുകൊണ്ട് കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന അമ്മ നമ്മോട് മറ്റൊരു സത്യവും പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ വേദനകളിൽ എവിടേക്കാണ് നോക്കേണ്ടത്? നമ്മുടെ മുറിവുകളിലേക്കല്ല, ക്രിസ്തുവിൻ്റെ കുരിശിലേക്കാണ്. കാരണം കുരിശിൽ നാം കാണുന്നത് നമ്മുടെ ദുഃഖങ്ങളെക്കാൾ വലിയ സ്നേഹത്തെയും, നമ്മുടെ വേദനകളെക്കാൾ വലിയ ത്യാഗത്തെയും, നമ്മുടെ മരണത്തെക്കാൾ വലിയ വിജയത്തെയുമാണ്. സെറൂഗിലെ യാക്കോബ് പറയുന്നത് ഗോകുൽത്തായിൽ നിന്ന മാതാവ് മനുഷ്യരാശിയുടെ കണ്ണുനീരിനോടൊപ്പം തൻ്റെ കണ്ണുനീരും ചേർത്തുവെന്നാണ്. അതുകൊണ്ട് തന്നെ സഭ അവളെ ദുഃഖിതരുടെ ആശ്വാസമായി വിളിക്കുന്നു. മകന്റെ കുരിശിൻ്റെ വഴിയിൽ നടന്നവൾ ഇന്നും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ദുഃഖങ്ങളുടെ വഴിയിൽ കൂടെ നടക്കുന്ന മാതാവാണ്. കുരിശിനരികെ നിൽക്കുന്ന മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഹിതം എല്ലായ്പ്പോഴും വേദനയില്ലാത്ത വഴിയാകണമെന്നില്ല. അവൾ ഗബ്രിയേലിനോട് എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വഴി ഒടുവിൽ ഗോകുൽത്തായിലേക്ക് നയിക്കുമെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ അവസാനം വരെ വിശ്വസ്തതയായി നിന്നു. അതുകൊണ്ട് കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് ഇതാണ്: ജീവിതത്തിലെ പ്രയാസങ്ങളിൽ തളരരുത്, കുരിശിലേക്ക് നോക്കുക. ദുഃഖങ്ങളിൽ ഒറ്റപ്പെടരുത്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. വേദനകളിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്, കാരണം കുരിശിനപ്പുറം ഉയർപ്പുണ്ട്. സർവ്വലോകത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ പുത്രൻ ക്രൂശിൽ അർപ്പിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് ഇന്നും വിശ്വാസികളെ കുരിശിൻ്റെ അർത്ഥത്തിലേക്കും ത്യാഗത്തിൻ്റെ മഹത്വത്തിലേക്കും ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു.